സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ്. ഓരോ ദിവസവും 1 ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ 15 കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും. മൈ ജിയോ ഓണം മാസോണം സീസൺ 2. നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് കള്ളം പറയുന്നവരാണ്. സോ ബൂസ്റ്റ് ലെയർ പരസ്പരം നിങ്ങൾ കാണുന്ന ഒരു ബെസ്റ്റ് ക്വാളിറ്റി എന്താ? ഗുഡ് ലിസണർ. സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് എന്താ വിളിക്കണ്ടേ? ഇൻഫ്ലുവൻസർ വിളിക്കണോ? ആക്ട്രസ്, പ്രൊഡ്യൂസർ? ബ്രോ പക്ഷേ ഷീ യൂസ് ടു എപ്പോഴും എഡിറ്റില്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എഡിറ്റ് വൈസോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ കോണ്ടന്റ് ഉണ്ടാക്കുന്ന എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയായിരുന്നു എപ്പോഴെങ്കിലും ബ്ലോ അപ്പ് ബ്രോ കോവിൽ വരെയാന്ന് പറഞ്ഞിട്ടുള്ള എഡിറ്റ് ഒക്കെ ഉണ്ടല്ലോ. ഇറ്റ്സ് ലൈക്ക് അതിലെ പ്രോപ്പർ ഫോളോവർ ആട്ടോ. പ്രോപ്പർ ഫോളോവറാ, ലിറ്ററലി പ്രോപ്പർ ഫോളോവറാ. പണ്ട് കേരളത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ മലയാള സിനിമ കണ്ട് ഉള്ള റെക്കഗ്നീഷൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എല്ലാവരും ലിയോ അത് പറയും. സീനുകളിലൊക്കെ ഉള്ളതൊക്കെ VFX, ഐ മീൻ ചെറിയൊരു ഹോൾഡ്, ഒരു അത്രയും ലെങ്ത് ഉണ്ടാവില്ല. കാരണം മേത്തേക്കൊക്കെ എറിയുന്നത് പാളിപ്പോയാൽ സാറ് ബ്രേക്ക് എടുക്കുന്നതില് എല്ലാ ഫാൻ ബോയ്സിനും ഭയങ്കര I just feel like Vijayana will come back. I can feel it. പുള്ളി അത് എഴുത്ത് വിട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് ഇനി ആഗ്രഹം ഉണ്ടല്ലോ ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എനിക്ക് ആക്ച്വലി പണ്ടേ തൊട്ട് എഡിറ്റിങ്ങിനോട് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. എനിക്ക് അത് എഡിറ്റിംഗ് ആണെന്ന് ഞാനത് റിയലൈസ് ചെയ്തില്ല. പക്ഷെ ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ എപ്പോഴും എന്തെങ്കിലും കാണുമ്പോൾ ഞാൻ വീഡിയോ എടുക്കും. ഞാൻ ഫോട്ടോഗ്രാഫർ മോസ്റ്റ്ലി. എനിക്ക് പാട്ട് കേൾക്കുമ്പോൾ എന്തെങ്കിലും വിഷ്വൽസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നിങ്ങളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് റൂമർ ഇൻഡിവിജ്വൽ ഒരു ഓക്കെ മാത്യുവിനെ അഭിനയിപ്പിക്കായിരുന്നില്ല റീലൊന്നും? അതിന് ഇൻട്രസ്റ്റ് ഉണ്ട്. എന്റെ അടുത്ത് ചേട്ടാന്ന് വിളിക്കണോ? മറ്റേ അല്ല, ഞാൻ മാത്യു എന്ന് വിളിച്ചാൽ മതി. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു ഷോ അൺടോൾഡ് വിത്ത്. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത്. വി ഹാവ് റിയ ഷിബു ആൻഡ് മാത്യു തോമസ്. സോ ബോത്ത് ഓഫ് യു വെൽക്കം. താങ്ക് യു. എന്താ വിളിക്കണ്ടേ? ഇൻഫ്ലുവൻസർ വിളിക്കണോ? ആക്ട്രസ്, പ്രൊഡ്യൂസർ, ഡിസ്ട്രിബ്യൂട്ടർ? റിയ. ഓക്കെ. എങ്ങനെയാ ശരിക്കും ആളുകളെ റെക്കഗ്നൈസ് ചെയ്യണേ പുറത്തൊക്കെ ഇറങ്ങുമ്പോ? പുറത്ത് അങ്ങനെ റെക്കഗ്നീഷൻ ആയിട്ട് യൂഷ്വലി കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നുണ്ട്, അങ്ങനെ റീസെന്റ് ആയിട്ട് ഉള്ളൊരു ഇതുണ്ട്. അല്ലാതെ ഇപ്പൊ വേറെ റെക്കഗ്നീഷൻ ആയിട്ട് ഇന്ന് ഫിച്ചൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ഞാൻ ഫുള്ളി ഇതിൽ ഓക്യുപ്പൈഡ് ആയതുകൊണ്ട് ഞാൻ ചെയ്തില്ല. ശരിക്കും കപ്പ് ചെയ്യുമ്പോ ഇത്ര ഫോളോവേഴ്സ് ഉണ്ടോ? ഇല്ല, കപ്പ് ചെയ്യപ്പോ ഞാന് സ്കൂളിലായിരുന്നു. സോ ആ സമയം ഞാൻ അത്ര കോണ്ടന്റ് ക്രിയേഷൻ ചെയ്തില്ല. ഞാൻ എഡിറ്റിംഗ് ചെയ്യും. ഞാൻ ചുമ്മാ വീഡിയോസ് ഉണ്ടാക്കി എഡിറ്റിംഗ് ചെയ്ത് അപ്പൊ ഞാൻ വല്ലപ്പോഴും ഒക്കെ പോസ്റ്റ് ചെയ്യും. പക്ഷെ അപ്പൊ തൊട്ട് തുടങ്ങിയതാണ്. പിന്നെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തോണ്ടിരുന്നപ്പോ അത് നല്ല സക്സസ് ആയി. ബ്രോ അല്ല, മാത്യുവിന് എങ്ങനെയാ ഈ വൈബ് സെറ്റ് ആണ്? ഈ നായകനും കൂടെ ആണല്ലോ. എങ്ങനെയാ വൈബ്? ഇല്ലില്ല, എനിക്കറിയാം. ഞങ്ങള് ഷൂട്ട് ചെയ്യുന്ന സമയം മുതല് അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ എഡിറ്റ് ചെയ്യും, അല്ലെങ്കിൽ വീഡിയോസ് ചെയ്യുന്ന ആള്. പോസ്റ്റ് ചെയ്യാറില്ല എന്നുള്ളൂ. ഐ മീൻ അത്ര റീൽ അല്ലെങ്കിൽ അതൊന്നും കുറവായിരുന്നു. പക്ഷേ ഷീ യൂസ് ടു എപ്പോഴും എഡിറ്റ് അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എഡിറ്റ് വൈസോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ കോണ്ടന്റ് ഉണ്ടാക്കുന്ന എപ്പോഴും ഉണ്ടായിരുന്നു. സോ എനിക്കറിയായിരുന്നു എപ്പോഴെങ്കിലും ബ്ലോ അപ്പ് ആവും. സോ എന്താ ഈ കപ്പ് ഇസ് ഓൾ അബൌട്ട് ആക്ച്വലി? കപ്പ് അല്ല, ട്രോഫി. ബേസിക്കലി ട്രോഫിയാണ്. ഡു യു വാണ്ട് ടു സേ ഓർ ഞാൻ പറയാം? ഓക്കെ. ബേസിക്കലി ഇറ്റ് റിവോൾവ്സ് അറൗണ്ട് ഒരു ഇറ്റ്സ് എ സ്പോർട്സ് ഡ്രാമ. അപ്പോൾ കണ്ണൻ എന്ന് പറഞ്ഞ നിതിൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ, ഹിസ് പെറ്റ് നെയിം ഇസ് കണ്ണൻ. കണ്ണൻ ഹാസ് ദിസ് പാഷൻ ഫോർ ബാഡ്മിന്റൺ ആൻഡ് ടു റീച്ച് ദാറ്റ് passion, there are people who are around him that support him, and one of that character is me. And I play that character who helps him achieve his goals in badminton. Yeah. So ഈ സ്പോർട്സ് ഡ്രാമ ചെയ്യുമ്പോഴേ രണ്ട് ടൈപ്പിലുള്ള സ്പോർട്സ് ഡ്രാമ ഉണ്ടല്ലോ. ഈ ഭയങ്കര പ്രഡിക്റ്റബിൾ സ്പോർട്സ് ഡ്രാമ ഉണ്ട്, ഇറ്റ്സ് ലൈക്ക് അൺപ്രഡിക്റ്റബിൾ സ്പോർട്സ് ഡ്രാമ. ലൈക്ക് ഒരു ചിച്ചോറെ ജേഴ്സി ഒക്കെ അൺപ്രഡിക്റ്റബിൾ. സോ മാത്യുവിന്റെ ഫസ്റ്റ് സ്ക്രിപ്റ്റ് വന്നപ്പോ ഇത് ലിറ്ററലി ഫസ്റ്റ് സ്പോർട്സ് ഡ്രാമ ചെയ്യണം. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും ഒരു സൈഡിൽ ടെൻഷനും കൂടെ ഉണ്ടല്ലോ. ടെംപ്ലേറ്റ് ബ്രേക്കിംഗ് ആവോ, അല്ലെങ്കിൽ ആ ടെംപ്ലേറ്റ് വീണതിന് ആളുകൾ ബോറടിക്കും, ആ തോട്ട് ഉണ്ടായിരുന്നു? ശരി, എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ സ്പോർട്സ് ഡ്രാമ ചെയ്തിട്ടില്ല. അപ്പൊ പിന്നെ ബാഡ്മിന്റൺ പടം എന്ന് പറഞ്ഞൊരു പടം എനിക്ക് മലയാളത്തിലില്ല, ഇന്ത്യയിലും ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ അത് എക്സൈറ്റിംഗ് ആയിരുന്നു. യൂഷ്വലി
ഫുട്ബോൾ ക്രിക്കറ്റ് ഒക്കെ ആണല്ലോ. അപ്പോൾ അത് ബാഡ്മിന്റൺ ബേസ് ചെയ്തിട്ടൊരു കഥയൊന്നും അങ്ങനെ വന്നിട്ടില്ല. അപ്പൊ അത് എക്സൈറ്റിംഗ് ആയിരുന്നു. പ്രഡിക്റ്റബിൾ ആണ്. പക്ഷെ എൻഡിട്ടല്ല വെച്ചേക്കുന്നത്, അത് കുറച്ച് നേരത്തെ അവര് അതിനെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ട് ഇവര്. എന്നുവെച്ചാൽ ട്രോഫി വിൻ ചെയ്യുന്നിടത്തല്ല അതിന്റെ അത് കോൺഫ്ലിക്റ്റ് വന്നെ അല്ലെങ്കിൽ ഇത് വന്നെ, അത് കുറച്ചൊരു ഏർലി സ്റ്റേജിൽ. അപ്പൊ അങ്ങനത്തെ ഒരു ഇത് അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ റാദർ ദാൻ ട്രോഫി ജയിച്ച് അല്ലെങ്കിൽ സ്പോർട്സിൽ എക്സൽ ചെയ്യുന്നതിന് പകരം ഇവന്റെ കൂടെ ഉള്ളവര് എങ്ങനെയാ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവന് മുന്നോട്ട് പോകാനുള്ള എനർജി എങ്ങനെ കൊടുക്കും. പ്രിയ പറഞ്ഞ പോലെ അങ്ങനെ ഓരോ ക്യാരക്ടേഴ്സ് ഉണ്ട്, ഫാമിലി, ഫ്രണ്ട്സ്, അങ്ങനെ അതിനാണ് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ്. അപ്പം വേണമെങ്കിൽ ഡ്രാമ, സ്പോർട്സ് എന്നും പറയാം. എന്നുവെച്ചാൽ സ്പോർട്സ് ഉണ്ട് കുറച്ച്, പക്ഷെ അതിന്റെ ഈ ഇമോഷൻസും അതൊക്കെ കുറെ കൂടെ അവര് പോർട്രേ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. എങ്ങനെയാ സിനിമ ശരിക്കും സംഭവിക്കണ കപ്പ്? ഈ ബേസിക്കലി ഇപ്പൊ മാത്യു പറഞ്ഞ പോലെ ദ ഗോൾ ആയ ട്രോഫി ആണെങ്കിലും ഇപ്പൊ ഇറ്റ് ഈസ് കുറച്ച് പ്രിഡിക്റ്റബിൾ ആണെങ്കിലും കണ്ണന്റെ റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ് കാരണം വേറെ കുറെ കുട്ടി കുട്ടി സ്റ്റോറീസ് ഉണ്ട് അതില്. സോ ആ സ്റ്റോറി വെച്ച് കണക്ട് ചെയ്യുമ്പോ അവസാനം വേറെ കുറെ ടേൺസ് വന്ന് അവസാനം ആ കപ്പിലോട്ട് വരുന്നതാണ്. അങ്ങനെയാണ് ഈ സ്റ്റോറി പോകുന്നത്. എങ്ങനെയാ ശരിക്കും സിനിമ സംഭവിക്കണേ? ഇതിനു മുമ്പ് ഓഫേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു? ഇതിന് മുമ്പ് ഇല്ല, ഞാൻ സ്കൂളിൽ പഠിക്കുമായിരുന്നു. ഞാൻ ഫുള്ളി ഫോക്കസ്ഡ് ഇൻ സ്കൂൾ. പിന്നെ ആക്ടിങ്ങിന്റെ താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ ഇതെല്ലാം പഠിത്തമെല്ലാം കഴിഞ്ഞിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷെ ഈ ഓഫർ കിട്ടിയപ്പോൾ ഞാൻ നല്ല ഓഫറാണെന്ന് ഐ തോട്ട് ഓക്കെ, ഐ ഷുഡ് ഗോ ഫോർ ഇറ്റ്. ആൻഡ് ആന്റണി അങ്കിൾ ആണ് പ്രൊഡ്യൂസർ, ആൻഡ് എനിക്ക് അറിയാമെന്നുള്ള ആൾക്കാരാണ്. ആൻഡ് അവര് ആദ്യം ഓഡിഷന് വിളിച്ചു. ഓഡിഷൻ ചെയ്തായിരുന്നു. പിന്നെ ആദ്യം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഓക്കെ, ഒരു urban ലൈഫ് സ്റ്റൈൽ ഗേൾ ആണ്, വില്ലേജ് ലൈഫ് സ്റ്റൈൽ കൊണ്ടുവരാൻ പറ്റുമോ? അപ്പൊ അങ്ങനത്തെ കുറെ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. സോ ഓഡിഷൻ സ്ക്രീൻ ടെസ്റ്റ് ചെയ്തപ്പോൾ വർക്ക്ഔട്ട് ആയി. ആൻഡ് എനിക്കിത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തോന്നി. സോ ഐ വാസ് വെരി എക്സൈറ്റഡ്. ഈ വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യാവുന്ന ക്രേസ് ശരിക്കും എങ്ങനെയാ? ഈ കോവിൽ വരെയാന്ന് പറഞ്ഞിട്ടുള്ള എഡിറ്റ് ഒക്കെ അതിലെ പ്രോപ്പർ ഫോളോവറാ. മീൻസ് നമ്മള് നല്ല കണ്ടന്റ് ക്രിയേറ്ററെ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണല്ലോ അതിന്റെ ഒരു. സോ എങ്ങനെ ഈ എഡിറ്റിംഗ് ക്രേസ് വന്നേ? മോസ്റ്റ്ലി നമ്മളിങ്ങനെ ട്രാൻസിഷൻസും ജസ്റ്റ് ഭയങ്കര ക്ലീഷ് ആയിട്ട് എപ്പോഴും കാണാറുണ്ട്. പക്ഷെ വീഡിയോസ് ഭയങ്കര രസമുണ്ട്. ആ വീഡിയോസ് ശരിക്കും എങ്ങനെ ക്രേസ് വന്നു? എനിക്ക് ആക്ച്വലി പണ്ടേ തൊട്ട് എഡിറ്റിങ്ങിനോട് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. എനിക്ക് അത് എഡിറ്റിംഗ് ആണെന്ന് ഞാനത് റിയലൈസ് ചെയ്തില്ല. പക്ഷെ ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ എപ്പോഴും എന്തെങ്കിലും കാണുമ്പോൾ ഞാൻ വീഡിയോ എടുക്കും. ഞാൻ ഫോട്ടോഗ്രാഫർ ഓൾസോ. സോ ഞാൻ വീഡിയോസും ഫോട്ടോസും എടുത്ത് പിന്നെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ എന്തെങ്കിലും ഇമാജിനേഷൻ വരുമ്പോൾ ഞാൻ ആ വീഡിയോസ് ഫോട്ടോസ് എല്ലാം ചേർത്ത് റിതം ഫോളോ ചെയ്ത് അങ്ങനെ എഡിറ്റ് ചെയ്ത് തുടങ്ങിയതാണ്. പിന്നെ മോസ്റ്റ്ലി എനിക്ക് പാട്ട് കേൾക്കുമ്പോൾ എന്തെങ്കിലും വിഷ്വൽസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. സോ അങ്ങനെ ഞാൻ എഡിറ്റ് ചെയ്ത് ഇപ്പോൾ അതൊരു സോണായി, എനിക്കൊരു കംഫർട്ട് സോണായി. എന്തെങ്കിലും സംഭവിക്കുമ്പോൾ മൈൻഡ് ഫ്രീ ആക്കാൻ വേണ്ടി ഞാൻ എഡിറ്റിംഗ് ആണ് ഇങ്ങനെ ചെയ്തോണ്ട്. അതൊരു ഡ്രോയിങ്, പെയിന്റിങ്, ഡാൻസിങ് അങ്ങനത്തെ ഹോബി പോലെ ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. എഡിറ്റിംഗ് റിതം ക്യാച്ച് ചെയ്യുന്ന. മാത്യുവിനെ അഭിനയിപ്പിക്കായിരുന്നില്ല റീലൊന്നും? മാത്യുവിന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ചെറിയ സെഗ്മെന്റ് ഉണ്ട്. ഇറ്റ്സ് ലൈക്ക് ബെസ്റ്റ് ഓഫ് യു ആൻഡ് വേസ്റ്റ് ഓഫ് യു. ഞാൻ രണ്ടും എക്സ്ട്രീം കാര്യങ്ങൾ പറയാം, ഇവിടെ ചൂസ് പിറ്റ് ചെയ്ത് നോക്കിയാൽ. നിങ്ങൾ തമ്മിൽ കോമ്പിനേഷൻ സീൻസിൽ ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ഒരു സീൻ ഏതായിരുന്നു? 2 വർഷമായി ഷൂട്ട് ചെയ്തിട്ട്, അതുകൊണ്ട് കുറച്ച് മെമ്മറി പ്രശ്നങ്ങൾ. ഐ ഡോണ്ട് റിമെമ്പർ. അല്ല, എനിക്ക് തോന്നുന്നത് റാദർ ദാൻ ഷൂട്ട് ചെയ്യുന്നതിനേക്കാളും ബിഹൈൻഡ് ദ സീൻ ഞങ്ങൾക്ക് വി ഹാഡ് എ ലോട്ട് ഓഫ് ഫൺ. ഞങ്ങളെ കുറച്ചധികം പേരുണ്ടായിരുന്നു. എനിക്കറിയാം, എന്റെ ചേട്ടനറിയാം, ഹൃദുവും ഞാനും ആദ്യം മീറ്റ് ചെയ്തേക്കുന്നത്. പടമൊന്നുമല്ല, ഞങ്ങളല്ലാണ്ട് ഒരു വർക്ക്ഷോപ്പിന് ഞങ്ങൾ രണ്ടുപേരും മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് റിയയുടെ ഓഡിഷൻ നടക്കുമ്പോഴും എനിക്കറിയില്ലായിരുന്നു കറക്റ്റായിട്ട് ഹൃദുവാണ് സിസ്റ്റർ. അപ്പൊ ഹൃദു വരും ഇടയ്ക്ക്, വിഷ്ണു ഉണ്ട്, കാർത്തിക് ഉണ്ട്. അപ്പൊ എങ്ങനെ എല്ലാവരും, നമ്മി ചേച്ചി ഉണ്ടാവും, അനികയുണ്ട്. അപ്പൊ എല്ലാരും വരുമ്പോ ഭയങ്കര രസമാണ്. സോ എനിക്ക് സീനിനേക്കാളൊക്കെ കുറച്ചും കൂടെ ഓർമ്മയുള്ളത് കുറെ ഉണ്ട്.
സോ ഇറ്റ്സ് ലൈക്ക് നിങ്ങളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് റൂമർ എന്തായിരിക്കും? റൂമർ അങ്ങനെ റൂമർ കേട്ടിട്ടില്ല? ഞാൻ ആലോചിക്കാം ആ ഉണ്ടെന്ന് തോന്നുന്നു എന്നെ പറ്റി എന്റെ റൂം ഇൻഡിവിജ്വലി ഇൻഡിവിജ്വൽ റൂം ഓ ഒരു ഓക്കെ ഒരുമിച്ചാ? Okay. ആ. എന്ത് ഞാൻ ആലോചിക്കും ഇല്ല എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ലിയോ ഒക്കെ വന്നപ്പോ ലിയോയിലുണ്ട് അനൗൺസ് ചെയ്യുന്നതിനൊക്കെ മുമ്പ് അത് വന്നായിരുന്നു. പക്ഷെ അത് റൂമർ അല്ലാത്തോണ്ട് പക്ഷെ അത് നല്ല രസമുണ്ടായിരുന്നു. അല്ല എനിക്കുള്ള റൂമർ നീ കേട്ടിട്ടുണ്ട്? ഇല്ല നിങ്ങൾ പരസ്പരം അറിയാവുന്ന ഒരു ബെസ്റ്റ് സീക്രട്ട് ഉണ്ടോ? ഞങ്ങൾ കുറെ ഉണ്ടാവും. കുറച്ചധികം ഉണ്ട്. ഇല്ല ഇല്ല ഇപ്പൊ ഞങ്ങൾക്ക് ഐ മീൻ കപ്പ് മുതല് എനിക്ക് റിയനെ അറിയാം, ഹൃദുവിനെ അറിയാം, റിയയുടെ ഐ മീൻ ഫുൾ ഫാമിലിനെ എനിക്കറിയാം. അപ്പൊ ഇവര് ചെന്നൈയിലാ. അപ്പൊ ഞാൻ ചെന്നൈയിൽ ഷൂട്ടിന് പോകുമ്പോ ഞാൻ ഇടയ്ക്ക് പോയി മുംതാസ് ആന്റി ഫുഡൊക്കെ ഉണ്ടാക്കി തരാം എനിക്ക്. അപ്പൊ അവർ വീട്ടിൽ പോകും ഞാൻ. അപ്പൊ എനിക്ക് അതുകൊണ്ട് നല്ല പരിചയം. അങ്ങനെ പരിചയം അല്ലാതെ സീക്രട്സ് അങ്ങനെ സീക്രട്സ് ആയിട്ട് പറയാൻ ജസ്റ്റ് ജനറൽ ഗുഡ്. So the best adventurous thing that you have done for your bestie? ഞാൻ ഈ അടുത്ത് എൻ്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേക്ക് ഞങ്ങള് ഒരു 5-6 പീപ്പിൾ ഞങ്ങളൊരു 7-6 പേരുണ്ട് ഫ്രണ്ട്സ്, സ്കൂൾ ഫ്രണ്ട്സ് ആണ്. ഞാൻ കോളേജിൽ പോയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ സ്കൂൾ ഫ്രണ്ട്സ്. അപ്പോൾ ഇവൻ ഈ അടുത്ത് എന്താ ബാംഗ്ലൂർക്ക് ഷിഫ്റ്റ് ആയി. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു സർപ്രൈസ് കൊടുത്ത് ഞങ്ങൾ എല്ലാവരും ചെന്ന്. അപ്പോൾ അത് ഭയങ്കര കുറച്ച് അഡ്വഞ്ചർ ആയിരുന്നു. ഒരു ആവശ്യമില്ലായിരുന്നു പക്ഷെ ഇല്ലില്ല ഒന്നും സംഭവിച്ചൊന്നുമില്ല. ചുമ്മാ ചെന്നവന് സർപ്രൈസ് കൊടുത്തു, അപ്പൊ തന്നെ തിരിച്ചു വന്നു ഞങ്ങൾ. അപ്പൊ അത് കുറച്ച് അഡ്വഞ്ചർ ആയിരുന്നു ഞങ്ങൾക്ക്. എനിക്ക് ഫ്രണ്ടിന് വേണ്ടി ചെയ്ത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. പക്ഷെ ഈ ഇടയ്ക്കായിട്ട് ഞാനൊരു അഡ്വഞ്ചറസ് കാര്യം ചെയ്തു. ഐ ട്രൈഡ് സ്കൈ ഡൈവിംഗ് ഫോർ ദ ഫസ്റ്റ് ടൈം. സെൽഫ് അഡ്വഞ്ചറസ് തിങ് ഡിഫറെന്റ് ആണ്. പക്ഷെ ഇത് വേറെ ഓർമ്മ വരുന്നുണ്ട്. അല്ലാതെ ഇതാണ് ദ മോസ്റ്റ് അഡ്വഞ്ചറസ് തിങ് ദാറ്റ് ഐ പേഴ്സണലി ഡു. ഓക്കേ പരസ്പരം നിങ്ങൾ കാണുന്ന ഒരു ബെസ്റ്റ് ക്വാളിറ്റി എന്താ? ഗുഡ് ലിസണർ. സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇല്ല അല്ല എനിക്ക് ഇങ്ങനെ എല്ലാവരും സംസാരിക്കണ കേൾക്കാൻ ഇഷ്ടമാണ്. റിയ അല്ല നീ ആക്കാൻ വേണ്ടി റിയ നല്ലോണം എഡിറ്റ് ചെയ്യും, കോണ്ടന്റ് ഒക്കെ ഉണ്ടാക്കും. ഇല്ല ഭയങ്കര ഫണ്ണാ റിയ ഉള്ളപ്പോ. അങ്ങനെ നമുക്ക് ഡള്ളായിട്ടൊന്നും ഇരിക്കാൻ പറ്റില്ല. ശരിക്കും വിദൂര സ്വപ്നങ്ങളിൽ വിചാരിച്ചിട്ടുണ്ട് ഈ മറ്റേ എന്താ പറയാ ഫസ്റ്റ് സിനിമയുടെ പ്രൊമോഷന് വരുമ്പോഴത്തേക്കും ഈ ഇൻഫ്ലുവൻസർ ടാഗ് ഉണ്ടാവും എന്നൊക്കെ? ആക്ച്വലി അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടില്ല. ബിക്കോസ് ഞാൻ ഇത്രയും ഗ്രൂ ചെയ്യുന്ന ഞാൻ തന്നെ വിചാരിച്ചില്ല. ഞാൻ ഓക്കെ കൺസിസ്റ്റന്റ് ആയിട്ട് ഞാൻ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. പെട്ടെന്ന് ഇത്രയും ബ്ലോ അപ്പ് ആയി ഞാനും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. സോ ഇപ്പൊ പ്രൊമോഷന് വന്ന് ഈ ടാഗ് ഉണ്ടാവുന്നും ഞാൻ ആക്ച്വലി വിചാരിച്ചില്ല. ഈ ഫാമിലി ശരിക്കും എന്താ പറയാ ഇപ്പൊ പപ്പ അമ്മ അവരൊക്കെ ശരിക്കും എങ്ങനെയാ ഈ മറ്റേ എന്താ പറയാ മോള് കുറച്ചുകൂടെ സെലിബ്രിറ്റി ആണല്ലോ ഈ എങ്ങനെന്താ പറയാ അപ്പൊ അവര് ബേസിക്കലി മനസ്സിലായി? അല്ല മീൻസ് അവരെ എങ്ങനെ കാണണേ ഈ പറഞ്ഞ മോള് പുറത്തിറങ്ങുമ്പോ റെക്കഗ്നൈസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു? അവര് വലുതായിട്ട് അങ്ങനെ പറയാറൊന്നുമില്ല. അവര് ഹാപ്പിയാണ്. ഞാൻ എന്റെ പാഷനുള്ള കാര്യങ്ങൾ ചെയ്യല്ലേ, അതില് ഹാപ്പിയാണ്. സോ അവരും ഹാപ്പിയാണ്. അവര് ഭയങ്കര സപ്പോർട്ടീവ് ആണ് ഞാൻ എന്ത് ചെയ്താലും. So it's like worst of you നമ്മൾ ചെയ്തിട്ടില്ല. So worst criticism you had received? ഞാനല്ല എനിക്ക് ആക്ടിങ് തന്നെ നമുക്ക് സ്ഥിരം കിട്ടാറുണ്ട്. എന്താ ചെയ്യുന്നേ വേറെ വല്ല പണിക്ക് കൂടെ കണ്ടാ വയ്യാന്ന് അത് ഉണ്ടാവാറുണ്ട്. അങ്ങനെ വേഴ്സ്റ്റ് ക്രിറ്റിസിസം ഞാൻ കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവര് ദിസ് പീപ്പിൾ വിൽ സേ സംതിങ് ലൈക്ക് ഇറ്റ്സ് ടു റിപ്പിറ്റേറ്റീവ്, അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്രിറ്റിസിസം. സോ പാളിപ്പോയ കുക്കിംഗ് എക്സ്പെരിമെന്റുകൾ ഉണ്ടോ? എന്തോ എക്സ്പെരിമെന്റ്? കുക്കിംഗ് അയ്യോ കുക്ക് ചെയ്യാറില്ല. സോ ബാഡ്. ഞാന് ദോശ ചുടാൻ നോക്കി കരിഞ്ഞു പോയി. ഞാൻ സ്റ്റേക്ക് ഉണ്ടാക്കാൻ നോക്കിട്ട് മിസ്റ്റേക്ക് ആയി. Okay. The worst social media cause നിങ്ങളെ അഫക്ട് ചെയ്യുന്ന എന്തായിരിക്കും? എങ്ങനെ മനസ്സിലായി? നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം നിങ്ങളെ അഫക്ട് ചെയ്യുന്ന ബേസിക്കലി എന്തായിരിക്കും?
അല്ല ഇപ്പൊ എന്തെങ്കിലും ന്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും വന്ന അങ്ങനെ എന്തെങ്കിലുമൊക്കെ? ഇല്ല, അതുണ്ട്. ഇപ്പൊ എല്ലാം വരുന്നോണ്ട് ഈ റീസെന്റ് വയനാടൊക്കെ ഭയങ്കര ഇതായിരുന്നു. കാരണം നമുക്കൊന്നും പോയി ചെയ്യാനും പറ്റത്തില്ല. മാക്സിമം എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നാലും അവിടെ പോയി നിന്ന് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ നമ്മള് അവരായിട്ട് വിഷമമുണ്ട്, പക്ഷെ എന്നാലും അവര് പോകുന്നതിന്റെ ഒരു അംശം പോലും നമുക്ക്, കാരണം നമ്മള് ഒരു സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇരുന്നിട്ടാണ് വിഷമിക്കുന്നത്, അതിൽ കാര്യമില്ല. അപ്പോൾ അതെനിക്ക് ഭയങ്കര ടെസ്റ്റിങ്. ഈവൻ കാരണം അത് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല, അത് ഇനിയും സമയം എടുക്കും. അപ്പം അതിന്റെ കാര്യങ്ങൾ അത് എനിക്ക് ഭയങ്കര ഒരു, കാരണം അതൊരു ഫുൾ ഏരിയ തന്നെയാണല്ലോ പോയേക്കണം. നമ്മൾ ഈ അടുത്ത് വയനാട് പോയി ഷൂട്ടും ചെയ്തായിരുന്നു. അപ്പൊ അവര് പറയുന്ന അതിന്റെ അടുത്തുള്ളവർക്ക് അല്ലെങ്കിൽ അതിന്റെ ഇവിടെ അവിടുത്തെ ടൂറിസം എല്ലാ തരത്തിലും എനിക്ക് തോന്നുന്നു കുറെ അവിടെ ഉള്ളവരൊക്കെ ടൂറിസം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരുണ്ട്. ഈ റിസോർട്ട്സോ അല്ലെങ്കിൽ അങ്ങനെ കുറെ ഉണ്ടല്ലോ അവിടെ. അതിന് ഭയങ്കര ഡള്ള് വന്നിട്ടുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു അവര് പറയുന്നത് ഇപ്പോഴും ഒരു ഡിസംബർ ഒക്കെ വരെയുള്ള സ്റ്റേ ബുക്കിംഗ്സ് ഒക്കെ ആൾക്കാർ വിളിച്ച് ക്യാൻസൽ ചെയ്യുന്നുണ്ട്. പേടിയുണ്ട്. അപ്പൊ അവർക്ക് എന്താന്ന് വെച്ചാൽ അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവരെയും പറഞ്ഞു വിടേണ്ട ഒരു സിറ്റുവേഷൻ. അപ്പൊ അത് സംഭവിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ അത് എങ്ങനെ അത് കംബാക്ക് ചെയ്യും, അല്ലെങ്കിൽ ഇത് ഇനിയും ഒരു കുറച്ച് കാലത്തെ ഒരു പ്രോസസ്സാണ്. എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും ടോയ് ചേട്ടൻ ലൈവ് വന്നിട്ട് പറഞ്ഞായിരുന്നു ഇപ്പൊ സഹായിക്കണം, പക്ഷെ ഏറ്റവും കൂടുതൽ ഇത് കഴിഞ്ഞാണ് ആൾക്കാരെ റീലൊക്കേറ്റ് ചെയ്യാനും, അല്ലെങ്കിൽ ആ സമയത്ത് ഇതേപോലെ തന്നെ എല്ലാവരും ഡൊണേഷൻസ് ആയാലും അല്ലെങ്കിൽ പറ്റുന്ന രീതിയിൽ എല്ലാവരും സഹായിക്കേണ്ട ഒരു ഇതുണ്ട് എന്നുള്ളത്. അപ്പൊ സ്റ്റിൽ അത് ഭയങ്കര ഒരു സാഡ് ഫാക്ടറാണ്. സിമിലർ. എനിക്കും ഇങ്ങനത്തെ കേസസ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ ഇറ്റ് റിയലി എഫക്ട്സ് മീ. പിന്നെ റീസെൻ്റ് ആയിട്ട് ദ വാർ ബിറ്റ്വീൻ പാലസ്റ്റൈൻ ആൻഡ് ഇസ്രയേൽ, അതും എനിക്ക് ഈ ഇടയ്ക്ക് കേട്ടത് ഇറ്റ് വാസ് റിയലി എഫക്റ്റിംഗ് മീ. അത് ഇവിടെ ഡൊണേഷൻ ഓൾസോ ഇസ് നോട്ട് മച്ച് അവൈലബിൾ. സോ മാക്സിമം എന്ത് ചെയ്യാൻ പറ്റി വി ട്രൈ ടു ഡൂ ദാറ്റ് സിറ്റിംഗ് ഹിയർ. സോ അങ്ങനത്തെ ന്യൂസൊക്കെ കാണുമ്പോൾ എനിക്ക് അഫക്റ്റ് ആവും. സോ നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് കള്ളം പറയുന്നവരാണ്. സോ ഹൂസ് ലയർ? അമ്മയൊക്കെ നിമിഷങ്ങൾക്കൊക്കെ പൊക്കുന്ന ടൈപ്പ് കള്ളങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ആവശ്യത്തിനുണ്ട്, കുറച്ച് കള്ളത്തരൊക്കെ ലൈഫാണല്ലോ. അപ്പൊ അവരോടൊക്കെ കുറച്ച് കള്ളം പറഞ്ഞാലാണല്ലോ ജീവിക്കാൻ. നിങ്ങൾ പരസ്പരം ഉണ്ടായിരുന്ന ഒരു തെറ്റിദ്ധാരണ എന്തായിരിക്കും മീറ്റ് ചെയ്യുന്നതിന് മുമ്പ്? എന്നെ റിയ ആദ്യം കാണുമ്പോ ചേട്ടാന്ന് വിളിക്കണോ? ഞങ്ങള് തമ്മിൽ വലിയ വ്യത്യാസമില്ല. ഇല്ല നമ്മള് സെയിം ഏജ് അല്ലേ. ഞാൻ 21, 20 ആവാറായി. അപ്പൊ എന്റെ അടുത്ത് ആദ്യം കണ്ടപ്പോ ഞങ്ങൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്ന ഓഡിഷൻ ആയിരുന്നപ്പോ ഞാനും ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് റിയയുടെ ഓഡിഷൻ ചെയ്തത്. അപ്പൊ എന്റെ അടുത്ത് ചേട്ടാന്ന് വിളിക്കണോ അതോ മറ്റേ അല്ല ഞാൻ മാത്യു എന്ന് വിളിച്ചാൽ മതി. അല്ലാണ്ട് പിന്നെ ഞങ്ങള് കുറച്ച് ടൈം എടുത്തു. ഞങ്ങൾ രണ്ടുപേരും കുറച്ച് ടൈം എടുക്കും. ഞാനോ മിക്സ് ഓഫ് ബോത്ത് ആക്ച്വലി. ചില ആംബിവേർട്ട്. ഇതാണ് നമ്മളുടെ മ്യൂച്വൽ. എനിക്ക് ഭയങ്കര എംബാരസിംഗ് മൂവ്മെന്റ് ആയിരുന്നു. ഞാൻ ഫോമൽ ആവണോ, ഞാൻ ആദ്യമായിട്ട് മീറ്റ് ചെയ്യണം മാത്യുവിനെ ചേട്ടോന്ന് വിളിക്കണോ മതി. ഒരു കാലത്ത് സംഭവിച്ചെന്ന് തോന്നിയ മോശം കാര്യം പിന്നീട് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇല്ല, എനിക്ക് അങ്ങനെ ഇല്ലാന്ന് തോന്നുന്നു. മോശമായിട്ട് നടന്ന ഇല്ല അങ്ങനത്തെ ഒന്നുമില്ല. എനിക്ക് ആക്ച്വലി കോളേജ് ജോയിൻ ചെയ്യുന്നതിന് മുമ്പേ ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് പുറത്ത് പോകണം, എനിക്ക് അബ്രോഡ് തന്നെ പഠിക്കണം. പിന്നെ പാരൻസ് പറഞ്ഞല്ല അബ്രോഡ് പോസ്റ്റ് ഗ്രാജുവേഷന് മതി. ഞാൻ ഭയങ്കരമായിട്ട് കരയൊക്കെ ചെയ്ത് പിന്നെ അവസാനം ജോയിൻ ചെയ്തപ്പോൾ ലോല കോളേജിൽ ജോയിൻ ചെയ്തപ്പോൾ ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല ഫ്രണ്ട്സ് ഉണ്ടാക്കി. പിന്നെ എനിക്ക് ഈ കോഴ്സും ഭയങ്കര ഇഷ്ടമാണ്. സോ ഇറ്റ് ബ്ലെൻഡഡ് വെൽ, ടേൺഡ് ഔട്ട് ഗുഡ്. സോ മാത്യു, ഇപ്പൊ ഈ തമിഴ് ഇപ്പൊ ലിയോ ഒക്കെ വന്നപ്പോഴേ ലിയോനെ പറ്റിയിട്ട് അതിനു മുമ്പ് ഞങ്ങൾക്ക് വലിയൊരു സംഭവമില്ല, ഞങ്ങൾ കേട്ടറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഫസ്റ്റ് വർഷം മാത്യുനെ കാണുമ്പോൾ ഉള്ളൊരു എക്സൈറ്റ്മെന്റ് ഇവിടെ ഭയങ്കരമായിരുന്നു. തിയേറ്ററിലൊക്കെ ഭയങ്കര കൈഡിയും പരിപാടിയൊക്കെ. ഈ ലിയോയുടെ ആഫ്റ്റർ എഫക്ട് എങ്ങനെയാ? ചെന്നൈയില് പോകുമ്പോഴത്തേക്കും
ഇല്ല ആക്ച്വലി ഇത് ഭയങ്കരമായിട്ടുണ്ട്, കാരണം അത്രയും വലിയൊരു സ്റ്റാറിന്റെ പടമാണല്ലോ. എല്ലാരും കാണും അവിടെ, ചെന്നൈയിൽ മാത്രമല്ല ഓൾ ഓവർ ഇന്ത്യ കാണുന്ന പടമാണല്ലോ. എസ്പെഷ്യലി ലോകേഷ് കനകരാജ് ഡയറക്ട് ചെയ്യുന്ന സിനിമ, LCU എല്ലാം ഉള്ളതുകൊണ്ട് എല്ലാവരും കാണുന്ന സിനിമ. അപ്പൊ എവിടെ പോയാലും അല്ലെങ്കിൽ പണ്ട് കേരളത്തിൽ മാത്രം ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ മലയാള സിനിമ കണ്ട് ഉള്ള റെക്കഗ്നീഷൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എല്ലാവരും ലിയോ അത് പറയും. ഇപ്പൊ ഹിന്ദിയിലുള്ള ആൾക്കാരാണേലും അല്ലെങ്കിൽ ഡൽഹിന്നോ എവിടെ നിന്നാണെങ്കിലും എല്ലാവർക്കും അവര് സ്പോട്ട് ചെയ്യും പെട്ടെന്ന്. അപ്പൊ സിംഗിൾ ടേക്ക് ആണ്. അല്ല, അത് സിംഗിൾ ടേക്ക് എന്ന് പറഞ്ഞാൽ അത് VFX ആണ്. ഒരു സോങ്ങില് എറിയുന്നത് ഫസ്റ്റ് ടേക്ക് തന്നെയായിരുന്നു. ഞാൻ ആക്ച്വലി അവരൊരു 1 month മുമ്പ് പറഞ്ഞേ. അപ്പൊ ഞാനതിന്റെ ഒരു ബേസിക്സ് ഒരു പഠിച്ചു. പിന്നെ ഞാൻ അവിടെ ഷൂട്ടില്ലാത്തപ്പോ ട്രെയിൻ ചെയ്യായിരുന്നു. നല്ല രസം, അവിടെ മഞ്ഞൊക്കെ ആയിരുന്നു. അപ്പൊ ഐസിൽ ഭയങ്കര ട്രെയിനിങ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ബാക്കി സീനുകളിലൊക്കെ ഉള്ളതൊക്കെ VFX. ഐ മീൻ ചെറിയൊരു ഹോൾഡ്, ഒരു അത്രയും ലെങ്ത് ഉണ്ടാവില്ല, കാരണം മേത്തേക്കൊക്കെ എറിയുന്നത് പാളിപ്പോയാ. അപ്പൊ അത് VFX ആണ്. അപ്പൊ അങ്ങനെ വലിയ സമയമൊന്നും എടുത്തില്ല. സാറ് ബ്രേക്ക് എടുക്കുന്നതില് എല്ലാ ഫാൻ ബോയ്സിനും ഭയങ്കര നമുക്കൊരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടാവില്ല. നമുക്ക് ഫസ്റ്റ് ഷോ വിജയ് മൂവി ഭയങ്കര ഇമോഷൻ ആണല്ലോ. എങ്ങനെയാ കൂടെ അഭിനയിച്ച ഒരാളെന്ന് എനിക്ക് ആ ഇമോഷൻസ് കുറച്ചുകൂടെ ഡയമെൻഷൻ ഉണ്ടാവും. എങ്ങനെയാ ബ്രേക്ക് എടുക്കുമ്പോ? അല്ല, എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു അത്. അതിന്റെ ലെറ്റർ പുള്ളി അത് എഴുത്ത് വിട്ടപ്പോ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് ഇനിയും ആഗ്രഹം ഉണ്ടല്ലോ, ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇനിയും ചാൻസ് ഉണ്ടെന്നൊക്കെ ഉള്ള ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ അതിപ്പോ ഭയങ്കര വിഷമം. പക്ഷെ ഫോർ എ ബെറ്റർ കോസ്, അല്ലെങ്കിൽ അതിനു വേണ്ടിയാണല്ലോ. അപ്പൊ അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അങ്ങനത്തെ ഒരു കാര്യം, അത്രയും വലിയൊരാള് കുറച്ചും കൂടെ ഒരു ആൾക്കാർക്ക് വേണ്ടി പുള്ളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഉപേക്ഷിച്ച് ചെയ്യുന്നത് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. വിജയ് മൂവ്മെന്റ്സ് ഉണ്ടോ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഒക്കെ? എനിക്ക് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ അത് എക്സാക്ട്ലി ഓർമ്മയില്ല. ബട്ട് ടു ഡേറ്റ് എന്റെ ഫേവറേറ്റ് വിജയ് മൂവി കത്തിയാണ്. ബിക്കോസ് അത് അതിലെ ഒരു ഫൈറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഒരു കോയിൻ വെച്ചിട്ട് ഫൈറ്റ് ചെയ്തു, അത് ഭയങ്കര. പിന്നെ അല്ലാതെ ജസ്റ്റ് ജനറലി ഒരു വിജയ് ഫാനാണ്. ബിക്കോസ് ഹി ഹാസ് ക്രേസി ഓറ. പിന്നെ എനിക്ക് I just feel like Vijay Anna will come back. I can feel it. ധനുഷ് മൂവി എങ്ങനെയാ? അതും ഈ പറഞ്ഞ ഗോൾഡൻ സ്പാരോ ആണല്ലോ ഇപ്പൊ സോഷ്യൽ മീഡിയ ട്രെൻഡ്. ഈ എല്ലാരും പറയില്ല, ഇപ്പൊ ഒരു പാട്ട് ഹിറ്റ് ആണെന്ന് അറിയണമെങ്കിൽ ഞങ്ങള് റീൽസിൽ അത് ട്രെൻഡ് ആവണം. സോ ഗോൾഡൻ സ്പാരോ ഇസ് എവറിവെയർ. എങ്ങനെയാ ഗോൾഡൻ സ്പാരോ? ഇറ്റ്സ് എ കളർഫുൾ മൂവി. എങ്ങനെയാ അത് വരും? അത് ഞങ്ങൾക്ക് കുറച്ച് ഷൂട്ടും കൂടെ ബാലൻസ് ഉണ്ട്. രസമുള്ളൊരു പരിപാടി, ഒരു ലവ് സ്റ്റോറി. ഐ മീൻ അതിന്റെ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, യൂഷ്വൽ ലവ് സ്റ്റോറി ഫ്രം ധനുഷ് എന്ന്. അപ്പൊ അതാണ് പടം, അതിലുണ്ട്. രസമുള്ളൊരു പരിപാടിയാണ്. ഈ കുറച്ചും കൂടെ ജെൻസി എലമെന്റ്സ്, അല്ലെങ്കിൽ എൻ്റെ ഏജിൽ, ഞങ്ങളുടെ ഏജിലൊക്കെ ഉള്ളവർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒക്കെ ഉള്ള ഒരു കഥയാണ്. അപ്പൊ ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ്, കളർഫുൾ പരിപാടിയാണ്. ഈ വീരധീരസൂരന്റെ അപ്ഡേറ്റ് ഞങ്ങൾ ആരോടെ ചോദിക്കുന്നത്? അതിന്റെ മോർ അപ്ഡേറ്റ്സ് ആർ കമ്മിങ് സൂൺ. ഹാപ്പൻ. ഇപ്പൊ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫൈനൽ ഷെഡ്യൂളിന്റെ ലാസ്റ്റ് ഫ്യൂ ഡേയ്സ്. സോ അത് കഴിഞ്ഞിട്ട് വിൽ ഹാവ് ബിഗ് അപ്ഡേറ്റ്സ് കമ്മിങ് സൂൺ. സോ അപ്ഡേറ്റ്സ് വിൽ ബി ഒഫീഷ്യലി അനൗൺസ്ഡ്. അതിലുണ്ടോ ശരിക്കും? എന്തുവാ? അതിൽ ആക്ട് ചെയ്തിട്ടുണ്ടോ? ആക്ട് ചെയ്തിട്ടില്ല. പ്രൊഡക്ഷൻ. ശരിക്കും ഇപ്പൊ ഓഫേഴ്സ് ഒക്കെ വരുന്നുണ്ടോ? ഈ റീൽ കണ്ടിട്ട് ആരെങ്കിലും ഓഫർ? റീൽ കണ്ടിട്ട് അങ്ങനെ വന്നിട്ടില്ല ഇതുവരെ. സോ റീലായിട്ട് റിലേറ്റ് ആയിട്ട് ഫിലിം ഇതുവരെ വന്നിട്ടില്ല. ഐ ഡോണ്ട് നോ. പക്ഷെ അല്ലാതെ അല്ല, ഇപ്പൊ ശരിക്കും മാത്യുവിന് ഇപ്പൊ ഒരു സെലക്ഷൻ പോയിന്റ് ശരിക്കും എന്താ ഏറ്റവും എക്സൈറ്റ് ചെയ്യിക്കുന്ന എന്ത് ഫാക്ടർ ആയിരിക്കും ശരിക്കും ഒരു സിനിമയില് ഒരു കഥ പറയാനൊക്കെ വരുമ്പോഴത്തേക്കും? ഞാൻ ഇപ്പൊ നമ്മുടെ അടുത്ത് കഥ നരേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുടെ കൺവിക്ഷൻ ഭയങ്കരമായിട്ട് ഇപ്പൊ ഞാൻ ശ്രദ്ധിച്ചു. കാരണം അവര് പറയുന്നതിന് അവര് ഉറപ്പാണോ അത് പറയുന്നത്? ഇപ്പൊ എന്തുകൊണ്ടും പറയാം, പക്ഷെ അത് അവര് പറയുമ്പോ അവരതിൽ ഷുവർ ആണോ എന്നുള്ളത്. എന്നാലും അവരത് എടുക്കുമ്പോഴും അവരതിൽ ഷുവർ. ഇപ്പൊ നമ്മളെന്തെങ്കിലും കൺഫ്യൂഷനായിട്ട് അല്ലെങ്കിൽ അയ്യോ ഇത് വർക്കാവില്ല എന്നുള്ള ആ ഒരു കൺഫ്യൂഷനിൽ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അത് വിസിബിൾ ആയിരിക്കും. അപ്പൊ ഞാനിപ്പോൾ എൻ്റെ അടുത്തൊരാൾ കഥ പറയാൻ വരുവാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യണം, അത് നമുക്ക് ഉറപ്പുണ്ട് ഇത് ഓക്കെയാണ്. മോശമാവാം,
വർക്കാവാം. പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ അത് 100% ആയിട്ട് ചെയ്യണം എന്നുള്ളൂ. അപ്പൊ അത് ഞാൻ നോക്കും. പിന്നെ ഡെഫിനറ്റ്ലി ടെക്നീഷ്യൻസ് ഞാൻ നറേഷൻസ് ഒക്കെ കൂടുതൽ എടുക്കുന്നത്. അപ്പം കഥ കേൾക്കും, ഞാൻ ഒരു 1 hour 2 hour സ്പെൻഡ് ചെയ്ത് കഥ കേൾക്കും, എന്നിട്ട് ഞാൻ സ്ക്രിപ്റ്റ് വായിക്കും. അപ്പൊ ഒരു ഐഡിയ കിട്ടും. അത് നമുക്ക് കേൾക്കുമ്പോ അറിയാം, നമുക്ക് പടം കാണുന്ന പോലെ ആയിരിക്കും. നമുക്ക് അറിയാം നമ്മൾ എപ്പോഴാ ഇരിക്കുന്നേ അല്ലെങ്കിൽ അങ്ങനെ. അപ്പൊ അത് അതിന്റെ ഒരു ഇതിൽ വെച്ചിട്ടാണ് ധൻഷർ ഞങ്ങള് ഒരു 5-6 കാസ്റ്റ് മെമ്പേഴ്സ് ഉണ്ട്. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും സാറ് സ്റ്റോറി പറഞ്ഞതല്ല, അത് അഭിനയിച്ചൊക്കെ കാണിച്ച് ഒരു ശരിക്കും പടം കാണുന്ന പോലെ തോന്നിയത്. ഈ പല ജോണറിലെ സിനിമ ചെയ്യുമ്പോ ശരിക്കും ഒരു ആക്ടർക്ക് ഭയങ്കര ലിബർട്ടി ഉണ്ടാവില്ല. കാരണം ഓഡിയൻസ് പിന്നീട് ഒരു സിനിമ ചെയ്യുമ്പോ എന്ത് ആക്സെപ്റ്റ് ചെയ്യാവുന്ന ഒരു ലുക്ക്. പക്ഷെ ഇപ്പൊ പല ആക്ടേഴ്സും പിന്നീട് പറയുന്നതായിട്ടുണ്ട് ടൈപ്പ് കാസ്റ്റ് ആയി പോകും എന്നുള്ള പേടിയുണ്ട്. അത് അങ്ങനത്തെ ഫിയർ എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ട്, എപ്പോഴും ഉണ്ട്. അപ്പൊ നമ്മൾ തന്നെ അറിഞ്ഞുകൊണ്ട് അത് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സോ അല്ലെങ്കിൽ പടം ചെയ്യാൻ ശ്രമിക്കും. ടൈപ്പ് കാസ്റ്റ് ആവുക എന്നുള്ളത് ഫിയർ എവിടെയാ വന്നതെന്ന് വെച്ചാൽ നമ്മൾ റെപ്പറ്റേറ്റീവ് ആവുകയാണല്ലോ. ഒരേ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഒരേ റോൾസ് അല്ലെങ്കിൽ ഒരേ ഇത് വരും എന്ന് പറഞ്ഞ് അത് ഒരു സാധനം ചെയ്ത് അത് ചെയ്യാണ്ടിരിക്കുന്നല്ല, വേറെ എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള ചെയ്തിട്ട് പിന്നെ അത് ചെയ്യണം. കാരണം എല്ലാം ചെയ്യണമല്ലോ. അപ്പോൾ ബിക്കോസ് ഫീൽ ഗുഡ് മാത്രം ചെയ്തുകൊണ്ടിരുന്ന ടൈപ്പ് കാസ്റ്റ് ആവാൻ എളുപ്പമായിരിക്കും. അപ്പൊ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു ജോണറൊക്കെ ചെയ്ത് പിന്നെ ഇത് പക്ഷെ ഇത് ചെയ്യുന്നതിന്റെ ഒരു സുഖമുണ്ട്. അപ്പൊ ഒരു മിക്സ് ആൻഡ് മാച്ച് പോലെ. ഹെവി ത്രില്ലേഴ്സ് ഒക്കെ നറേറ്റ് ചെയ്തായിരുന്നു. ഹെവി ത്രില്ലർ എന്ന് എനിക്കറിയില്ല. ഒരു ത്രില്ലർ ചെയ്തിട്ടുണ്ട്, ഹെവി ആണോ എന്ന് എനിക്കറിയില്ല പടം വരുമ്പോ. പക്ഷെ അൻവർ റഷീദിന്റെ അസോസിയേറ്റ് സലാം ബുക്കാരി എന്ന് പറഞ്ഞിട്ട്, സലാംക്ക അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട് ആക്ച്വലി. സലാംക്ക ഡയറക്ട് ചെയ്ത ഒരു പടം ഷൂട്ടുണ്ട്, ഒരു 2 days ബാലൻസ് ഉണ്ട്. അതൊരു ത്രില്ലർ ജോണർ, ത്രില്ലർ ഡ്രാമ അങ്ങനത്തെ ഒരു ജോണറാ. കുറച്ച് ഭയങ്കര സീരിയസ് നോട്ടിൽ പോകുന്ന ഒരു പടം. അപ്പൊ അത് രസമായിരുന്നു കുറച്ച് ചെയ്യാൻ. വാട്ട് നെക്സ്റ്റ് എന്നുള്ള പരിപാടികൾ ചോദിച്ചു തുടങ്ങിയ ആരെങ്കിലൊക്കെ? വാട്ട് നെക്സ്റ്റ് ബേസിക്കലി ഞാൻ തന്നെ സ്വന്തമായിട്ട് ചോദിക്കുന്ന കാര്യമാണ്. എൻ്റെ ഫൈനൽ ഇയർ ഓഫ് കോളേജാണ്. ബട്ട് അതർ ദാറ്റ് ഞാൻ സ്വന്തമായിട്ട് ഒരു ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന പോലെയാണ് ഞാൻ ആലോചിക്കുന്നത്. ലൈക്ക് എൻ്റെ ഓൺ ഒരു സർപ്രൈസ്. പക്ഷെ അങ്ങനത്തെ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ദാറ്റ് വിൽ ബി ദെയർ. ആൻഡ് അതർ ദാൻ ദാറ്റ് ഞാൻ പ്രോബബ്ലി പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ബേസ്ഡ് ഓൺ how it goes, ഫിലിമിലോ നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി I'll take it. Movies definitely. സെപ്റ്റംബർ 27th കപ്പ് തിയേറ്ററിലേക്ക് എത്താണ്. സോ എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ നിങ്ങളുടെ കരിയറിലും കപ്പ് എന്ന് പറയുന്ന സിനിമ വലിയൊരു കപ്പ് തന്നെ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു മൈൽ സ്റ്റോൺ സിനിമ ആവട്ടെ. താങ്ക് യു ഫോർ ദ ടൈമിംഗ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. Thank you. സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ്. ഓരോ ദിവസവും 1 ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ 15 കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും. മൈ ജിയോ ഓണം മാസോണം സീസൺ 2.